Here is Unit 13, Effective Logistics Management Challenges. അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഐഡന്റിഫൈ ചാലഞ്ചസ് ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലെ ചാലഞ്ചസ് ഐഡന്റിഫൈ ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ബിസിനസ് പ്രോസസ് പ്ലാനിങ് ആൻഡ് വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ്. ഈ ബിസിനസ് പ്രോസസ് പ്ലാനിങ് അതേപോലെ തന്നെ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് ഒക്കെ എന്താക്കാൻ പറ്റുക, മനസ്സിലാക്കാൻ സാധിക്കുക. നോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിൽ ടെക്നോളജി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വാൻസ്ഡ് ഏരിയകളൊക്കെ മനസ്സിലാക്കുക. എക്സാമിൻ റെഗുലേറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യാം. അതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. ലോജിസ്റ്റിക്സ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ദി എക്കണോമി. എക്കണോമിയിലെ ബാക്ക് ബോൺ ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി ഡ്യൂ ടു ഇ-കൊമേഴ്സ് ഗ്രോത്ത്, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അതായത് ഇ-കൊമേഴ്സ് ഗ്രോത്ത് അതേപോലെ തന്നെ കസ്റ്റമറുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷകൾ സെലക്റ്റീവായിട്ട് അവരുടെ ആഗ്രഹങ്ങളും നീഡ്സും പർപ്പസും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഈ സാങ്കേതിക വിദ്യയിലും മറ്റൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കാരണം എന്താക്കുന്നുണ്ട്, ഈ ലോജിസ്റ്റിക്സിൽ എന്താക്കുന്നുണ്ട്, കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഹാസ് ബിക്കം സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഹൈലി കോമ്പറ്റീറ്റീവ്. ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്തായിട്ടുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ട്. മുമ്പ് എന്തായിരുന്നു, ഒരൊറ്റ ബ്രോഡായിട്ട് ജനറൽ ആയിട്ട് ഒരു ഡൊമൈൻ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ എന്താണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പർട്ടിക്കുലർ ആയിട്ട് ഒന്ന് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് ഒരു ഏരിയ ആയിട്ട് എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇൻഡസ്ട്രി ഫേസസ് ഓപ്പറേഷണൽ പ്രഷർ, റെഗുലേറ്ററി പ്രഷർ ആൻഡ് ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. ഈ ഇൻഡസ്ട്രി, ഈ വ്യവസായ മേഖല എന്താക്കുന്നുണ്ട്, ഓപ്പറേഷണൽ പ്രഷർ എന്താകുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റെഗുലേറ്ററി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വല്ലാതെയുള്ള പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ട്രപ്ഷൻസ്, തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, നേരിടുന്നുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് സൈഡിൽ എന്താണ് ചലഞ്ചസ് ടു എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ചലഞ്ചസ് എന്താണ്, കീ സ്ട്രാറ്റജിക് ചലഞ്ചസ് എന്തൊക്കെയാ നോക്കാം. ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതായത് വലിയ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ചെലവുകളും മറ്റൊക്കെ എന്താകുന്നതാണ് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ വലിയൊരു ചലഞ്ചസ് ആണ്. പിന്നെന്താണ് വരുന്നത്, ലോങ്ങർ സപ്ലൈ ചെയിൻ. അതായത് ലോങ് സപ്ലൈ ചെയിനിൽ ലെങ്തി ആവുന്ന സമയത്ത് എന്താണ്, റിസ്ക് കൂടും. അതെന്താണ് വലിയൊരു ചലഞ്ചസ് ആണ്. വേരിയബിലിറ്റി ഇൻ ഓപ്പറേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, അതിലുണ്ടാവുന്ന അൺസർട്ടനിറ്റീസും കാര്യങ്ങളൊക്കെ എന്താണ് വലിയൊരു ചലഞ്ചസ് ആണ്. ഹൈ ഇൻവെന്ററി കോസ്റ്റ്, നമ്മൾ ഈ ഇൻവെന്ററിയിൽ വരുന്ന ചെലവുകൾ എന്താണ് ഒരു വലിയൊരു വെല്ലുവിളിയാണ്. ഓർഗനൈസ് അലൈൻമെന്റ് ഒരു ഏരിയ, അതായത് ആന്തരികമായിട്ട് ഒരു ഫേമിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ ഉള്ളിൽ ഇന്റേണൽ ആയിട്ടുള്ള അലൈൻമെന്റ് പ്രോസസ് ഉണ്ട്. അതാണ് ഓർഗനൈസേഷണൽ ചലഞ്ചസ് പെടുന്ന ഒന്നാമത്തത്. രണ്ടാമത്തതാണ് എക്സ്റ്റേണൽ കൊളാബറേഷൻ വിത്ത് പാർട്ട്നേഴ്സുമായിട്ടുള്ള കൊളാബറേഷൻ, അതിലുണ്ടാവുന്ന വെല്ലുവിളികൾ. കോസ്റ്റ് മാനേജ്മെന്റ് ഫോർ പ്രോഫിറ്റബിലിറ്റി, ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെലവ് ചുരുക്കാനാണല്ലോ ലാഭം ഉണ്ടാവുക. അപ്പോൾ ലാഭമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന കോസ്റ്റ് മാനേജ്മെന്റ്, ചെലവ് ചുരുക്കുക അല്ലെങ്കിൽ ചെലവ് നിയന്ത്രിക്കുക. വർക്ക് ഫോഴ്സ് അവൈലബിലിറ്റി ഇഷ്യൂസ്, അതായത് നമുക്ക് എന്ത് വേണം, വർക്ക് ഫോഴ്സ് അവൈലബിലിറ്റി ഉണ്ടാവണം. അതാണ് ഒരു ബെറ്റർ ഹൈ ക്വാളിറ്റി ലോജിസ്റ്റിക്സ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോ വർക്ക് ഫോഴ്സിന്റെ അല്ലെങ്കിൽ തൊഴിലാളികളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈ ഒരു വർക്ക് ഫോഴ്സിന്റെ ലഭ്യത എന്താണ് വലിയൊരു മാറ്ററാണ്. അപ്പൊ അതിൽ ഇഷ്യൂസ് എന്താണ്, ഈ ഓർഗനൈസേഷണൽ ചലഞ്ചസിൽ പെടുന്നതാണ്. ഇനി മേജർ ത്രെറ്റ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ എന്താക്കുക, കാര്യക്ഷമമാക്കുക, എഫിഷ്യന്റ് ആക്കുക. കസ്റ്റമർ മാനേജ്മെന്റ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കസ്റ്റമറുടെ ഡീൽ ചെയ്യുന്ന മാനേജ്മെന്റ്
മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട്. ബിസിനസ് പ്രോസസ് പ്ലാനിങ്, ബിസിനസ്സിലെ നടപടിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയ. സപ്ലൈ ചെയിൻ വിസിബിലിറ്റി, സപ്ലൈ ചെയിനിൽ എന്താക്കാം വിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, അതായത് ടെക്നോളജിയിൽ നിരന്തരം അഡ്വാൻസ്ഡ് സിസ്റ്റങ്ങൾ വരുന്നുണ്ട്, പുതിയ ഇന്നോവേഷൻസ് വരുന്നുണ്ട്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. റെഗുലേറ്ററി കോംപ്ലയൻസ്, അതായത് പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ. എൻവയോൺമെന്റൽ ഇഷ്യൂസ്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് എന്ത് നിരന്തരം നിർബന്ധമായിട്ടും പിന്നെ അപ്രോച്ച് ചെയ്യേണ്ട, അഡ്രസ് ചെയ്യേണ്ട ഏരിയാസ്. അതാണ് എന്ത് കാര്യക്ഷമമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ. അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അക്കൗണ്ട്സ് ഫോർ 30%, അതായത് ഈ ലോജിസ്റ്റിക്സിൽ 30% ചെലവ് വരുന്ന എവിടെയാണ്? ഈ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെലവ് അല്ലെങ്കിൽ ലാഭമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നുണ്ട് വലിയ റോൾ ഉണ്ട്, ഒരു കീ എലമെന്റ് ആണ് ഇത്. ചലഞ്ചസ്, ഇതിന്റെ പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, റൈസിങ് ഫ്യൂൽ പ്രൈസസ്, നമ്മൾ ഈ പിന്നെ ഇന്ധനത്തിന് എണ്ണക്കും മറ്റൊക്കെ എന്താകുന്നുണ്ട്, വലിയ രീതിയിൽ വില വർദ്ധിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഡിഫിക്കൽറ്റി ഇൻ നെഗോഷിയേറ്റിംഗ് ഫ്രൈറ്റ് റേറ്റ്സ്, അതായത് ചരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ പണം വരുന്നുണ്ട്. ഫ്രൈറ്റ് റേറ്റ്സ് പറഞ്ഞാല് ചരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന പിന്നെ വില അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പണം. അപ്പൊ ഈ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ വലിയ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? പിന്നെ ചരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന നെഗോഷിയേഷനിൽ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യാൻ കാരണം പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടാണ് എന്ത് നമ്മളെ തൊട്ട് മുകളിൽ പറഞ്ഞ പിന്നെ റൈസിങ് ഫ്യൂൽ പ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്. കാരിയർ ഡിപ്പെൻഡൻസി റിസ്ക്, അതായത് കാരിയറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന റിസ്ക് എലമെന്റ്സ്. അത് തേർഡ് പാർട്ടി ആവാം അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടി ആവാം, എന്തോ ആവട്ടെ, കാരിയറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന റിസ്ക് എലമെന്റ്സ്. ഷിപ്മെന്റ് കൺസോൾട്ടേഷൻ ഡിലേസ്, അതായത് ഷിപ്മെന്റ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് ബൾക്കായിട്ട് ലോജിസ്റ്റിക്സിൽ ബൾക്ക് എലമെന്റിന് ബൾക്കായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷനിലാവട്ടെ, ഷിപ്മെന്റിലാവട്ടെ, എന്തിലും ആവട്ടെ, ഡിസ്പാച്ചിലാവട്ടെ, ഇതിലൊക്കെ ഡെലിവറിങ്ങിലും ഒക്കെ ആയിട്ട് ഈ ബൾക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്തുണ്ട്? കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതായത് ലെസ് കോസ്റ്റ് ബട്ട് മോർ പ്രോഫിറ്റ് എന്നുള്ളൊരു പിന്നെ റൂട്ട് കോസ് അവിടെ ഉണ്ട്. അപ്പൊ ഈ ഷിപ്മെന്റ് കൺസോൾട്ടേഷൻ ഡിലേസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രൊഫിറ്റും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും, അല്ലെങ്കിൽ പിന്നെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയും, പക്ഷെ എന്ത് വരും? ഡിലേ വരും. റൂട്ട് ഒപ്റ്റിമൈസേഷൻ നീഡ്സ്, അതായത് ഒപ്റ്റിമൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പിന്നെ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ട് പിന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഓരോ ഏരിയകളിലേക്കും ഉണ്ടാവുന്ന ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ ചെയ്യും. അവിടെ ഉണ്ടാവുന്ന ചലഞ്ചസ്. ഫ്യൂൽ കോസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞതാണ് എന്ത്? ഫ്യൂൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് എന്ത് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന മേജർ ചലഞ്ചസ്. കസ്റ്റമേഴ്സ് എക്സ്പെക്ട് റിയൽ ടൈം ട്രാക്കിംഗ്, ട്രാൻസ്പെറൻസി ആൻഡ് ഫാസ്റ്റ് ഡെലിവറി. എപ്പോഴും കൺസ്യൂമേഴ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? റിയൽ ടൈം ട്രാക്കിംഗ്, കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എവിടെ പിന്നെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പിന്നെ ഇൻഫോ അല്ലെങ്കിൽ റിയൽ ടൈം ട്രാക്കിംഗ് എന്താക്കുന്നുണ്ട്? കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അറിയണമെന്നുള്ളത്. ട്രാൻസ്പെറൻസി, സുതാര്യത, കൃത്യമായിട്ട് ഒരു മറയുമില്ലാതെ പ്രോപ്പർ ആയിട്ട് അറിയാനുള്ള ഒരു സാധ്യത. ആൻഡ് ഫാസ്റ്റ് ഡെലിവറി, ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി സാധ്യമാവാം. ഇതൊക്കെ എന്താണ്? കസ്റ്റമർ മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ടിട്ട് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട കീ ഏരിയാസ് എന്തൊക്കെയാ നോക്കാം. ഒന്ന്, കസ്റ്റമർ സർവീസ് എൻഹാൻസ്മെന്റ്, അതായത് കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസ് എന്താക്കുക? എൻഹാൻസ് ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക, അല്ലെ കാര്യക്ഷമമാക്കുക, ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ അർത്ഥം. റിയൽ ടൈം അപ്ഡേറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിയൽ ടൈം ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ റിയൽ ടൈം അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് കസ്റ്റമർ അടുത്ത്. റിവേഴ്സ് ലോജിസ്റ്റിക്സ്, അതായത് പിന്നെ നമ്മൾ ഫസ്റ്റ് എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളിലൊക്കെ പിന്നെ നിരന്തരം പറഞ്ഞൊരു വിഷയം എന്നത് റിട്ടേൺസ് ആൻഡ് റീസൈക്ലിംഗ്, അതായത് റിവേഴ്സ് ലോജിസ്റ്റിക്സിൽ പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അങ്ങനെ പല ഏരിയകളിലും കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിട്ടേൺസ് ആൻഡ് റീസൈക്ലിംഗ് വലിയൊരു റോൾ ഉണ്ട്. റിട്ടേൺസ് എന്നാണ് സാധനങ്ങൾ വീണ്ടും എന്താക്കുക?
ലോജിസ്റ്റിക്സിലേക്ക്, റിവേഴ്സ് ലോജിസ്റ്റിക്സിലേക്ക് എത്താന്നുള്ളതാണ്. റീസൈക്ലിംഗ് എന്നാണ് വീണ്ടും അത് റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ള യൂട്ടിലിറ്റി വർദ്ധിപ്പിക്കാന്നുള്ളതാണ്. ബിസിനസ് പ്രോസസ് പ്ലാനിങ് ഇൻക്ലൂഡ്സ് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ഡെലിവറി. പ്രൊക്യൂർമെന്റ്, സാധനം സൂക്ഷിച്ചു വെക്കാം, ആ സാധനത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ഡെലിവറി, ഇതൊക്കെ എന്താക്കുന്നുണ്ട് ബിസിനസ് പ്രോസസ് പ്ലാനിങ്ങിൽ വരുന്നുണ്ട്. ഫോക്കസ് ഓൺ എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ് മിനിമൈസേഷൻ. എഫിഷ്യൻസി, കാര്യക്ഷമത, അതിന്റെ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, എൻഹാൻസ്മെന്റ് അതുണ്ട്. ആൻഡ് കോസ്റ്റ് മിനിമൈസേഷൻ, ചെലവ് ചുരുക്കുക, ഇതൊക്കെ എന്താണ് ബിസിനസ് പ്രോസസ് പ്ലാനിങ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് കണ്ടിൻജൻസി പ്ലാനിങ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, പേഴ്സണലൈസ്ഡ് സർവീസസ്, പെർഫോമൻസ് മെട്രിക്സ്, സൈക്കിൾ ടൈം, കോസ്റ്റ്, ക്വാളിറ്റി. കണ്ടിജൻസി പ്ലാനിങ് എന്നാണ് കൃത്യമായിട്ടുള്ള ഒരു ഈഗളയിൽ നിന്നുകൊണ്ട് എവിടെ ഏത് രൂപത്തിൽ എങ്ങനെ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, ഡെലിവറി ആവട്ടെ, ഡിസ്പാച്ചിങ് ആവട്ടെ, മാനുഫാക്ചർ കളക്ഷൻ ആവട്ടെ, വെയർ ഹൗസിംഗ് ആവട്ടെ, ഇതിലൊക്കെ എന്താവുക കണ്ടിൻജൻസി പ്ലാനിങ് ഉണ്ടാവുക. അതെന്താണ് ബിസിനസ് പ്രോസസ് പ്ലാനിങ്ങിൽ വരുന്നതാണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് ഇംപ്രൂവ് ചെയ്യുക, എപ്പോഴും ഒരേ രൂപത്തിൽ, ഒരേ ശൈലിയിൽ, ഒരേ രീതിയിൽ, ഒരേ മെത്തേഡ്, ഒരേ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. പേഴ്സണലൈസ്ഡ് സർവീസസ്, നമ്മൾ പറയുന്നത് ഫ്ലെക്സിബിൾ ആവുക, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആവുക, പേഴ്സണലൈസ്ഡ് ആവുക, ഇതൊക്കെ എന്താണ് വലിയ രീതിയിലുള്ള സർവീസ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും എൻഹാൻസ് ചെയ്യാനുള്ള വലിയ സാധ്യതകളാണ്. അപ്പൊ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. പല കസ്റ്റമേഴ്സിനും പല ആവശ്യങ്ങളും പല രൂപത്തിലേക്കും അതിനനുസരിച്ച് ചെയ്യാം. പെർഫോമൻസ് മെട്രിക്സ്, അതായത് പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള അതിന് മെട്രിക്സ്, അത് സൈക്കിൾ ടൈം ആയിരിക്കാം. സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഇനിഷ്യേഷൻ മുതൽ കംപ്ലീഷൻ എക്സിക്യൂഷൻ വരെയുള്ള പ്രോപ്പർ കാര്യങ്ങളാണ് സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിരന്തരം കറങ്ങാന്നുള്ളതാണ്. അതാണെന്ത് സൈക്കിൾ ടൈം. 1 to 10 ആണെങ്കിൽ ആ 10 എന്നാണ് വീണ്ടും 1ലേക്ക് വരിക, നിരന്തരം കറങ്ങാം, ഒരു സർക്കിൾ പോലെ, അതാണ് സൈക്കിൾ ടൈം. അപ്പൊ എല്ലാം കവർ ചെയ്യുന്നതാണ് സൈക്കിൾ ടൈം. കോസ്റ്റ്, ചെലവ്, ക്വാളിറ്റി എന്നാണ് അതിന്റെ ഒരു ക്വാളിറ്റി എന്നുള്ളതാണ്. അപ്പോ പിന്നെന്താണ് വരുന്നത് സപ്ലൈ ചെയിൻ വിസിബിലിറ്റി ഇൻക്ലൂഡ്സ് ഷിപ്മെന്റ് ട്രാക്കിംഗ്, ഇൻവെന്ററി വിസിബിലിറ്റി ആൻഡ് വെയർഹൗസ് മോണിറ്ററിംഗ്. അതായത് ഷിപ്മെന്റിൽ നമ്മളൊരു സാധനം മാനുഫാക്ചറിൽ നിന്ന് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ വെയർഹൗസിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യൂ, പിന്നെന്താക്കി ഷിപ്പിംഗ് തുടങ്ങി, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി, അതെന്താണ് ട്രാക്ക് ചെയ്യാന്നുള്ളത് ഷിപ്മെന്റ് ട്രാക്കിംഗ് എന്നുള്ളത്. ഇൻവെന്ററി വിസിബിലിറ്റി, കൃത്യമായിട്ട് ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാൻ പറ്റുന്ന ഒരു ട്രാൻസ്പാരൻസി ആണ് ഇൻവെന്ററി വിസിബിലിറ്റി. പിന്നെന്താണ് ആൻഡ് വെയർഹൗസ് മോണിറ്ററിംഗ്. വെയർഹൗസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വെയർഹൗസിൽ കൃത്യമായിട്ട് ഒരു നിയന്ത്രണം, ഒരു നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, സാധ്യതയൊക്കെ ഉണ്ടാക്കാന്നുള്ളത് വെയർഹൗസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ബെറ്റർ ഫോർകാസ്റ്റിംഗ്, കോർഡിനേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. അതായത് കൃത്യമായിട്ട് ഷിപ്മെന്റ് ട്രാക്ക് ചെയ്യാൻ പറ്റിയാൽ, ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, വിലയെ ബന്ധപ്പെട്ടിട്ട്, വില വിവരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ വില വിവര പട്ടികയായിട്ട് ബന്ധപ്പെട്ടിട്ട് വിസിബിലിറ്റി ഉണ്ടായാൽ, വെയർഹൗസ് മോണിറ്ററിംഗ്, വെയർഹൗസിൽ കൃത്യമായിട്ട് നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടായാൽ എന്താണ് ബെനിഫിറ്റ്സ്? ബെറ്റർ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്താണ്? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് സാധനവും, അതിന്റെ ലഭ്യത, അതിന്റെ ആവശ്യം, അതിന്റെ നീഡ്സ്, അതിന്റെ ട്രെൻഡ്, അതിന്റെ ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. കോർഡിനേഷൻ ഉണ്ടാകും. എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ചെയ്യുന്നതിന് പകരം കൃത്യമായിട്ട് സിസ്റ്റമൈസ്ഡ് ആയിട്ട് കോർഡിനേറ്റഡ് ചെയ്യാൻ പറ്റും. ഷിപ്മെന്റ് ട്രാക്കിംഗ്, വിസിബിലിറ്റി ഉണ്ട്, വെയർഹൗസ് മോണിറ്ററിംഗ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താവും? ഒരു കോർഡിനേഷൻ ഉണ്ടാവും. പിന്നെന്താണ് ട്രാൻസ്പെറൻസി, സുതാര്യത. കൃത്യമായ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് എന്താവും? അവിടെ എല്ലാം വെളിവാകുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് എന്താണ്? റിക്വയർസ് കമ്മ്യൂണിക്കേഷൻ, റോൾ ക്ലാരിറ്റി, സ്കെഡ്യൂളിംഗ് ആൻഡ് ട്രെയിനിങ്. അതായത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം, റോൾ ക്ലാരിറ്റി, ഇന്ന ആൾ എന്ന റോൾ ചെയ്യണം, ആ വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി വേണം. എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്യാ എന്നതിന് പകരം കൃത്യമായിട്ട് റോള്, പൊസിഷൻസ് കൃത്യമായിരിക്കണം. സ്കെഡ്യൂളിംഗ് എന്താണ്? ഏതൊക്കെ സമയത്ത് ഏതൊക്കെയാൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രോസസ്, എന്തൊക്കെ സിസ്റ്റമൈസേഷൻ, എന്തൊക്കെ ഒപ്റ്റിമൈസേഷൻ, എന്തൊക്കെ ഓട്ടോമേഷൻ, എന്തൊക്കെ നടക്കണം എന്നുള്ളത് എന്താക്കാം സ്കെഡ്യൂൾ ചെയ്യാം. ട്രെയിനിങ്, കൃത്യമായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടുക എന്നുള്ളത്. അതാണിത്
വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊന്നുകൂടി റീഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളാണിത് ഈ വർക്ക് ഫോഴ്സ് മാനേജ് നമ്മളുണ്ടെന്ന് വിചാരിക്കാം, നമ്മളെന്താണ് ഒരു വർക്കറാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണം, റോൾ ക്ലാരിറ്റി. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ വിഷയത്തിൽ ഉണ്ടാക്കാം, എന്റെ റോള്, എന്റെ പൊസിഷൻ എന്താണ് ചെയ്യേണ്ടത്, അതിൽ ക്ലാരിറ്റി ഉണ്ടാവണം. സ്കെഡ്യൂളിങ്, ഞാൻ ഏതൊക്കെ സമയങ്ങളിൽ കൃത്യമായിട്ട് എന്താക്കണം ചെയ്യണം, സ്കെഡ്യൂളിംഗ് വേണം. ട്രെയിനിങ്, എനിക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടണം. അപ്പൊ ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലീഡർഷിപ്പ് ആൻഡ് കോർഡിനേഷൻ സ്കിൽസ്. ഈ മാനേജേഴ്സിന്റെ വിഷയം പറഞ്ഞു. ഈ മാനേജേഴ്സിന് എന്ത് വേണം? ലീഡർഷിപ്പും കോർഡിനേഷൻ സ്കിൽസും വേണം. ലീഡർഷിപ്പും കോർഡിനേഷൻ സ്കിൽസും ഉണ്ടായാൽ എന്താണ് ഒരു ബെറ്റർ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സാധ്യമാവുള്ളൂ. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത്? ഓട്ടോമേഷൻ, ഓട്ടോമേറ്റഡ് ആവാന്നുള്ളത്. എന്താണ് ഓട്ടോമേഷൻ? എന്താണ് മാനുവലി ചെയ്യേണ്ട പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാം. ട്രാക്കിംഗ് സിസ്റ്റം, കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന, ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ഡാറ്റ അനലിറ്റിക്സ്. ഡാറ്റ അനലിറ്റിക്സ് എന്നാണ് ഡാറ്റയെ ബന്ധപ്പെട്ടിട്ട് ഡാറ്റ വിശകലനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ. റോബോട്ടിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ റോബോട്ടിക്സ്, ഓട്ടോമേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള. IoT എന്താണ്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അതെന്താണ് ഇതേപോലെയുള്ള അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന, മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ട് ഡിജിറ്റലി നമുക്ക് ഡാറ്റയെ ബന്ധപ്പെട്ടിട്ട് മോണിറ്ററിങ്ങും റെഗുലേഷനും നടക്കുന്നതാണത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ട്രെൻഡ്സ്, ഡ്രോൺസ്, ബ്ലോക്ക് ചെയിന്, 3D പ്രിന്റിങ്, സ്മാർട്ട് റൂട്ടിംഗ്. ഇതൊക്കെ എന്താണ് ഡിജിറ്റൽ ഫീൽഡിലുള്ള ട്രെൻഡുകളാണ്. ഡ്രോൺ എന്താണ് നമ്മളെപ്പോഴും ഇപ്പൊ നമ്മളെ റിയൽ ടൈം ലൈഫിലൊക്കെ കൃത്യമായിട്ട് പല ഏരിയകളിലും വരുന്നതാണ്. ഈവൻ ഫോറസ്റ്റ് മോണിറ്ററിങ്ങിനാവട്ടെ, ഈവൻ വെഡിങ്ങിനാവട്ടെ, എന്ത് വിഷയത്തിനുള്ളതാണ് ഡ്രോൺസ് വരുന്നുണ്ട്. ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്താണ് ഒരു ഡിജിറ്റൽ ലെഡ്ജർ അല്ലെങ്കിൽ ഡിജിറ്റൽ നോട്ട്ബുക്ക് ടൈപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു സിസ്റ്റം ആണ് എന്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. 3D പ്രിന്റിംഗ് നമുക്ക് ഫെമിലിയർ ആണ്. സ്മാർട്ട് റൂട്ടിംഗ് എന്താണ് ഫെമിലിയർ ആണ്. ഈവൻ ന്യൂസിൽ വരെ എന്താണ് സ്മാർട്ട് റൂട്ടിംഗ് എന്നുള്ളൊരു സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. റെഗുലേറ്ററി കംപ്ലയൻസസ് ഇൻക്ലൂഡ്സ് റേഷണൽ ലോസ്, ഇന്റർനാഷണൽ ട്രേഡ് റൂൾസ് ആൻഡ് ടാക്സ് പോളിസീസ്. അതായത് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ഏരിയകൾ വരുന്നുണ്ട്? എന്തൊക്കെയുണ്ട്? നാഷണൽ ലോസ്, രാജ്യത്തിന്റെ അകത്ത് ഉണ്ടാവുന്ന, ദേശീയമായിട്ടുണ്ടാവുന്ന നിയമങ്ങൾ. ഇന്റർനാഷണൽ ട്രേഡ് റൂൾസ്, അന്താരാഷ്ട്ര വ്യാവസായിക നിയമങ്ങൾ. പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ട്രേഡ് റൂൾസ് ഉണ്ടാവും അത്. ആൻഡ് ടാക്സ് പോളിസീസ്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പോളിസീസ്, നിയമങ്ങൾ. ചലഞ്ചസ് നോക്കാം. ഒന്ന് ഡോക്യുമെന്റേഷൻ ആണ്. പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റേഷൻ നടക്കുന്നില്ലെങ്കിൽ എന്താണ് ഒരു വലിയ ചലഞ്ചാണ്. നമുക്ക് തന്നെ അറിയാലോ ഡോക്യുമെന്റേഷന്റെ ഇമ്പോർട്ടൻസ്. ജസ്റ്റ് ഒരു ഉദാഹരണം എടുത്താൽ, നമ്മളൊരു ഒരു ഫയലായിട്ട് ബന്ധപ്പെട്ട്, ഒരു പേപ്പർ വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിന് മറ്റു പോയാൽ അത് പ്രോപ്പർ ആയിട്ട് ആ ഡോക്യുമെന്റേഷൻ നടക്കുന്നില്ലെങ്കിൽ എത്ര പണി ഉണ്ടാവും? വലിയൊരു റിസ്ക് ആണല്ലോ. ആ ഒരു വലിയ ചലഞ്ചാണ്. അപ്പൊ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നതാണ് വലിയൊരു ചലഞ്ചാണ്. അപ്രൂവൽസ്. അപ്രൂവൽ എന്ന് പറയുന്നതാണ് പല വിഷയങ്ങളിലും അപ്രൂവൽസ് വേണ്ടിവരും, റെഗുലേഷൻ വേണ്ടിവരും. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഈ ട്രേഡ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാം. ചിലപ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ വേണ്ട അപ്രൂവൽ ആയിരിക്കാം, ചിലപ്പോൾ ഇന്റർനാഷണലി വേണ്ട അപ്രൂവൽ ആയിരിക്കാം. അതെന്താണ് വലിയൊരു ചലഞ്ചാണ്. ഇതിന്റെ കൺസേൺസ് നോക്കാം. എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്താണ്? ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി ആൻഡ് കാർബൺ റിഡക്ഷൻ. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ്, ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാർബൺ റിഡക്ഷൻ, കാർബൺ കുറക്കാന്നുള്ളതും. അപ്പോ കുറഞ്ഞ തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലോങ് ടേം എയിമിലുള്ള ഒരു ലക്ഷ്യമാണ് വെക്കുന്നത്. അതോടുകൂടെ തന്നെ കാർബൺ റിഡക്ഷൻ, അതൊന്നാണ് എന്ത് എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു കോർ ഫോക്കസ്. ഇതിന്റെ കൺസേൺസ് നോക്കാം. എന്താണ്? ഒന്ന് എമിഷൻസ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഇഷ്യൂ ഉണ്ടാക്കുന്ന ഗ്യാസും കാര്യങ്ങളൊക്കെ പുറത്ത് എമിറ്റ് ചെയ്യുക, അതിനെ പുറത്ത് വിടുക എന്നുള്ളത് വലിയൊരു കൺസേൺ ആണ്. ഫ്യൂവൽ കൺസംഷൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ റിസോഴ്സ് അല്ലെങ്കിൽ ഫ്യൂവലും കാര്യങ്ങളൊക്കെ എന്താവുക കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് എന്താണ് വലിയൊരു കൺസേൺ ആണ്. വേസ്റ്റ്, പ്രകൃതിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ് കൺസേൺസ് ആണ്. ഇതിന്റെ സൊല്യൂഷൻസ് എന്താണ്? ഒന്ന് റൂട്ട് ഒപ്റ്റിമൈസേഷൻ. കൃത്യമായിട്ട് റൂട്ട് ഒപ്റ്റിമൈസേഷൻ സാധ്യമാവുക. കൃത്യമായിട്ട് എവിടേക്ക് ഏത് രീതിയിലാണ് പോകേണ്ടത്, ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, ഡെലിവറി ആവട്ടെ, ഡിസ്പാച്ചിങ് ആവട്ടെ. അപ്പൊ ഒരു ഒപ്റ്റിമൈസേഷൻ നടന്നാൽ എന്താകാൻ പറ്റും? കൂടുതൽ യാത്ര കുറക്കാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷൻ എന്താക്കാൻ പറ്റും. ലെസ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് നമുക്ക് എന്താക്കും വലിയ രീതിയിൽ ഇഫക്റ്റീവ് ആവും. അപ്പൊ എന്താവും എമിഷൻ ഉള്ളത് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഫ്യൂൽ കൺസംപ്ഷൻ ആണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയാലും എന്താവും
ഈ ഫ്യൂൽ കൺസംഷനും കുറക്കാൻ പറ്റും. ഇനി വേസ്റ്റ് വിഷയത്തിലാണെങ്കിൽ റീസൈക്ലിംഗ് എന്താണ് വലിയൊരു സൊല്യൂഷൻ ആണ്. കൺക്ലൂഷൻ നോക്കാം. ഫോക്കസ് ഓൺ എഫിഷ്യൻസി ഫോക്കസ് ചെയ്യുക, കോസ്റ്റ് റിഡക്ഷൻ ചെലവ് ചുരുക്കുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ആദ്യം മുതൽ പറയുന്നതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത് ഒരു ഫോക്കസിങ് ആണ്. ആൻഡ് ടെക്നോളജി അഡോപ്ഷൻ, അതായത് പണ്ടേ ഉള്ള ടിപ്പിക്കൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നിന്ന് മാറിയിട്ട് ടെക്നോളജി വരുമ്പോൾ സിസ്റ്റം വളരുന്ന സമയത്ത് ഡിജിറ്റൽ വേൾഡിൽ അതിനനുസരിച്ച് എന്താക്കാം അത് അഡോപ്റ്റ് ചെയ്യാന്നുള്ളത്, അതൊക്കെയാണത് ഫോക്കസിങ് ഏരിയ ആണ്. ഗ്ലോസർ എന്തൊക്കെയാണ്? ബ്ലോക്ക് ചെയിൻ നമ്മൾ പറ്റുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ഈസ് എ ഡിജിറ്റൽ ലെഡ്ജർ. അതായത് നമ്മളിപ്പോൾ റിട്ടേൺ ആയിട്ട് മാനുവൽ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും എന്താക്കും ഡിജിറ്റലി സ്റ്റോർ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൈക്കിൾ ടൈം എന്താണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട പറഞ്ഞത്. പല ഏരിയകളിലും ഈ സൈക്കിൾ ടൈം നമുക്ക് നോക്കാം. ഏത് വിഷയത്തില്? പിന്നെ ട്രാക്കിങ്ങിൽ നോക്കാം, ക്വാളിറ്റി ഇവാലുവേഷനിൽ നോക്കാം. അതൊക്കെ എന്തുണ്ട് ഈ സൈക്കിൾ ടൈം എന്നാക്കി ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് വെക്കാം. ഡാറ്റ അനലിറ്റിക്സ് എന്താണ്? ഡാറ്റയാണ് ഇന്ന് വേൾഡിലെ നമ്പർ 1 പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഡാറ്റ വെച്ചിട്ട് ആർക്കും എന്തും ചെയ്യാന്നുള്ളതാണ്. ആരുടെ കയ്യിലാണ് ഡാറ്റ ഉള്ളത് അവരാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. അപ്പൊ ഡാറ്റയെ ബന്ധപ്പെട്ടുള്ള അതിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെയാണത് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ജി പി എസ് എന്താണ്? കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലർ ആയിട്ടുള്ള കാര്യമാണത് GPS എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതും എന്താണ് ഇതിലൊരു സിസ്റ്റമൈസേഷൻ ആണ്. മെട്രിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സൈക്കിൾ ടൈം ഒക്കെ ഒരു മെട്രിക്സ് ആണ്. മെട്രിക്സ് പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും മെഷറിങ്ങും മറ്റൊക്കെ വരുന്നതാണ് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്. 3D പ്രിന്റിംഗ് എന്താണ്? 3D പ്രിന്റിംഗ് എന്താണ്? നമ്മൾ റിയൽ ടൈം ലൈഫിൽ പല രൂപത്തിലും ഫോട്ടോസ് ആവട്ടെ ഇനിയല്ല കാരിക്കേച്ചർ ആവട്ടെ ആ രൂപത്തിലൊക്കെ വരുന്നതാണ് ഇത് 3D പ്രിന്റിംഗ് എന്ന് പറയും. റിയൽ ടൈം ട്രാക്കിംഗ്, കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എന്തൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ പിന്നെ നടക്കുന്നു അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണത് റിയൽ ടൈം ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണെന്ത് ഓവറോൾ ഇതിൽ വരുന്നത്. അപ്പൊ എന്താണ് പറയുന്നത് ഇതില്? എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ചലഞ്ചസ് ആണ് പറയുന്നത്. എങ്ങനെ അത് പിന്നെ എഫക്റ്റീവ് ആക്കാൻ പറ്റും നമ്മൾ ഈ കുറെ പാർട്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊരു ചെറിയ ഭാഗം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള ചില റെമഡീസ് സൊല്യൂഷൻസ് പറഞ്ഞു. അതോടുകൂടെ തന്നെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കൺസേൺസ് പറഞ്ഞു, ആ കൺസേൺസിന് ഉള്ള റെമഡീസ് സൊല്യൂഷൻസും പറഞ്ഞു. പിന്നെ പറഞ്ഞതാണ് വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് ആണ്. പിന്നെ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെ അതൊരു ബെറ്റർ ക്വാളിറ്റി സിസ്റ്റമൈസേഷൻ സാധ്യമാവും എന്ന് പറഞ്ഞു. പിന്നെ ടെക്നോളജിയിലെ ഡെവലപ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ടെക്നോളജിയിലെ ഡെവലപ്മെന്റ്സ് അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ലോജിസ്റ്റിക്സിൽ ട്രേഡിലും കാര്യങ്ങളൊക്കെ എന്താണ് വലിയ രീതിയിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആ രൂപത്തിലുള്ള ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ കൺക്ലൂഷൻ പറഞ്ഞു. കൺക്ലൂഷനിൽ എന്താണ്? എഫിഷ്യൻസി ഫോക്കസ് ചെയ്യണം, കോസ്റ്റ് റിഡക്ഷൻ ഫോക്കസ് ചെയ്യണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഫോക്കസ് ചെയ്യണം, ടെക്നോളജി അഡോപ്ഷൻ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ this is all about this unit. So we can wind up here. Okay, fine. Wind up ചെയ്യല്ലേ?